ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഇതെല്ലാം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? y = cosec x × cot x അല്ലേ. ഇതെങ്ങനെ നമുക്ക് dy/dx കാണാം? y = cosec x × cot x dy/dx കാണണം. ശ്രദ്ധിക്കണം, ഇത് u × v ഫോമിലാണ്. ഇതാണ് u, ഇതാണ് v. ചിലപ്പോൾ ഡോട്ട് വിസിബിൾ ആവണമെന്നില്ല, വായിച്ച് നോക്കാം, അപ്പോൾ മനസ്സിലാവും. cosec × cot എന്താണത്? അപ്പോൾ dy/dx എന്ത് വരും? ഫോർമുല ഓർമ്മയുണ്ടല്ലോ, u ′ v + uv ′ അല്ലേ പ്രോഡക്റ്റ് റൂളിൻ്റെ ഫോർമുല. u ′ v + uv ′ u ′ എന്ന് പറയുമ്പോൾ cosec x ′ × cot x പ്ലസ് cosec × cot x ′ u ′ v + uv ′ ഇത് കാര്യമായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് ഓർമ്മയുണ്ടോ? സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ പഠിച്ചിട്ടുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൽ പഠിച്ചിട്ടുണ്ട്. cosec x ൻ്റെ ഡെറിവേറ്റീവ് - cosec x × cot x ആണ്. പിന്നെ ഒരു കോട്ട് ഉണ്ട് അതിൻ്റെ കൂടെ, പ്ലസ് cosec x × cot x ′ cot x ൻ്റെ ഡെറിവേറ്റീവ് -cosec² x. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ എഴുതാം, -cosec x × cot × cot സ്ക്വയർ ആവും അല്ലേ. കാര്യമായിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ലത്. പിന്നെ cosec × -cosec², cosec × cosec² cosec³ വരും. ഇതാണ് ആൻസർ. സിംപ്ലിഫൈ ചെയ്യേണ്ട, ഇത്ര എഴുതിയാൽ മതി. ഇത്രയും കാര്യം ക്ലിയറായി. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അടുത്ത ഏതാണ്? y = x² + 1 cos x ആണ്. y = x² + 1 cos x dy/dx കാണണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, u × v ഫോമിലാണത് അല്ലേ. u × v ആണ്, സംശയമില്ലല്ലോ. u ൻ്റെ സ്ഥാനത്ത് x² + 1 v യുടെ സ്ഥാനത്ത് cos x. അപ്പോൾ dy/dx എങ്ങനെ വരും? u ′ v x² + 1 - cos x പ്ലസ് x² + 1 × cos x ′ u ′ v + uv ′ ഇവിടെ x² + 1 എന്ന് പറയുമ്പോൾ x²ൻ്റെ ഡാഷ് + 1ൻ്റെ ഡാഷ് പ്ലസ് വരുമ്പോൾ അങ്ങനെയാണല്ലോ. ഇതിൻ്റെ ഡെറിവേറ്റീവ് + 1ൻ്റെ ഡെറിവേറ്റീവ്. x²ൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയാമല്ലോ, 2 × x⁻1 x⁻n ഫോമിലല്ലേ. x²ൻ്റെ 2 × x⁻1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. x² + 1ൻ്റെ ഡെറിവേറ്റീവ് 2x + 0 cos x. പിന്നെ ഇവിടെ ഒരു x² + 1 × cos x ′ cos x-ൻ്റെ ഡെറിവേറ്റീവ് -sin x. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എഴുതാമല്ലോ. ഇവിടെ 2x × cos x വരും, അവിടെ ഒരു -sin ഉണ്ടല്ലേ. -x² + 1 sin x വരും. ഇതാണ് ആൻസർ. ക്ലിയറായി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ y = എന്താണത്? x⁻4 × 5 sin x - 3 cos x dy/dx ആണ് കാണേണ്ടത്. പ്രോഡക്റ്റ് റൂളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇത് u ആണ്,
ഇത് വി ആണ്. ഇത്രയും ആ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ഫുള്ളും വി ആണ്. കാരണം എക്സ് റേസ്റ്റ് 4 ഇൻറ്റു എന്നല്ലേ വായിക്കുക. എക്സ് റേസ്റ്റ് 4 ഇൻറ്റു ദിസ്. അപ്പോൾ എക്സ് റേസ്റ്റ് 4 യുവും ബ്രാക്കറ്റിനകത്തുള്ള ആൾ വിയും. അപ്പോൾ ഇത് യു ഇൻറ്റു വി ഫോമിലാണ്. നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പോവാണ്. പ്രോഡക്റ്റ് റൂളാണ് വേണ്ടത്. യു ഡാഷ് വി അല്ലേ, യു ഡാഷ് വി. കാര്യമായിട്ടൊന്നും സിംപ്ലിഫൈ ചെയ്യണ്ട. പ്ലസ് യു ഡാഷ് വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ്. ശരിയല്ലേ? യു ഇൻറ്റു വി ഡാഷ് താഴെ എഴുതാം. യു ഇൻറ്റു എന്ന് പറയുമ്പോൾ എക്സ് റേസ്റ്റ് 4 ഇൻറ്റു വി ഡാഷ് ഡാഷ് അല്ലേ. യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് കറക്റ്റാണ്. കാര്യമായിട്ടൊന്നും ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. എക്സ് റേസ്റ്റ് 4ൻ്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു എക്സ് റേസ്റ്റ് 4 മൈനസ് 1. എക്സ് റേസ്റ്റ് 4ൻ്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു എക്സ് റേസ്റ്റ് 4 മൈനസ് 1 ഇൻറ്റു 5 സൈൻ എക്സ് മൈനസ് 3 കോസ് എക്സ് പ്ലസ് എക്സ് റേസ്റ്റ് 4 ഇൻറ്റു ഇവിടെ 5 സൈൻ എക്സ് മൈനസ് 3 കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 5 സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 3 കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ശരിയല്ലേ? പ്ലസും മൈനസും വരുമ്പോൾ ഓരോരുത്തരുടെയും ഡെറിവേറ്റീവ് എഴുതണം. 5 സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 5 കോസ് എക്സ് ആണ്. മൈനസ് 3 ഇൻറ്റു കോൺസ്റ്റൻറ്റ് മാറ്റി നിർത്തുന്നു. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇതിങ്ങനെ എഴുതിയാൽ മതി. വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്താലൊന്നും കാര്യമായിട്ട് സിംപ്ലിഫൈ ആവുന്നില്ല. അതുകൊണ്ട് ഓപ്പൺ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ മൈനസ് മൈനസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ആക്കാം. കാണുന്നുണ്ടല്ലോ, -3 ഇൻറ്റു മൈനസ് പ്ലസ് 3 സൈൻ എക്സ് ആക്കാം. ഓപ്പൺ ചെയ്താലൊന്നത് സിംപ്ലിഫൈഡ് ഫോമിൽ വരാത്തതുകൊണ്ട് ഓപ്പൺ ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ.